കുറച്ച് കാര്യങ്ങൾ കൂടി ദൈവമഹത്വത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കണമെന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എത്ര പേർ അത് പിന്നീട് പോവുകയും നോക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു? ഹല്ലേലൂയ, അവർക്കായി സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി ഇന്ന് എനിക്ക് പറയണം. ദൈവമഹത്വത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി ഒടുവിൽ ഞാൻ തീർച്ചയായും പ്രാർത്ഥിക്കുന്നതാണ്. ഒടുവിൽ ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രോഗങ്ങളുള്ളവർക്ക് വേണ്ടി ഞാൻ ഒടുവിൽ പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വ്യത്യസ്തമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒത്തിരി രോഗങ്ങൾ കാരണം അനേകരെ ഭാരപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കും. വെള്ളമോ എണ്ണയോ എന്തെങ്കിലും നിങ്ങൾ എടുത്തു വെച്ചിരുന്നാൽ ഒടുവിൽ ഞാൻ സമയം തരാം, അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു 10-15 മിനിറ്റ് മാത്രം ചില കാര്യങ്ങൾ കൂടി ദൈവിക മഹത്വത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുവാണെന്ന്. അപ്പോൾ അടുത്ത ദിവസം ഞാൻ വിചാരിക്കുന്നു അടുത്ത ആഴ്ച നമുക്ക് ഫുള്ളി 1 hour ടങ്സിൽ പ്രാർത്ഥിക്കാം. മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് അത് വളരെ അത്യാവശ്യമാണ്. നമ്മളിങ്ങനെ ടങ്സിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഒത്തിരി പേർക്ക് ഒരു സ്പിരിച്വൽ ഗിഫ്റ്റുകളൊക്കെ നൽകപ്പെടുന്നത്, ആത്മമണ്ഡലങ്ങളിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അതും വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ നമ്മുടെ ഈ വർഷം ദൈവം തന്നിരുന്ന ഒരു വാഗ്ദത്തം പോലെ നമ്മളെ ഏൽപ്പിച്ച വചനമാണ്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60 എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും. ഞാൻ 31-ാം തീയതി മുതൽ ഇങ്ങോട്ട് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഹല്ലേലൂയ. 31-ാം തീയതി ആണ് കർത്താവ് ഇതിനെക്കുറിച്ച് പറയാനായി പറഞ്ഞത്. ദൈവമഹത്വം പ്രദർശിപ്പിക്കുന്ന ഒരു തലമുറയെ അനേകരുടെ ഇടയിൽ, ഇരുട്ട് വഹിക്കുന്നവരുടെ ഇടയിൽ എഴുന്നേൽപ്പിക്കാനായിട്ട് പോവുകയാണ് കർത്താവ്. പോസിബിൾ അല്ലെന്ന് പറയുന്നിടത്ത് ദൈവം എഴുന്നേൽപ്പിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നിങ്ങൾ പ്രകാശം ധരിച്ചെഴുന്നേൽക്കുമ്പോൾ രാജാക്കന്മാരും ജാതികളും നിങ്ങളുടെ ഉദയശോഭയിലേക്ക് വരും. ജാതികളുടെ സമ്പത്ത് നിങ്ങളുടെ അടുക്കൽ വരും. നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല. കർത്താവ് അതിനെ നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവരും. കാരണം നമ്മുടെ മഹത്വം എന്ന് പറയുന്നത് ദൈവമഹത്വമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം ആദമിനെ ഹവ്വയൊക്കെ കർത്താവ് സൃഷ്ടിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ തേജസ്സാൽ നിറയപ്പെട്ടവരായിരുന്നു. പാപം ചെയ്തപ്പോഴാണ് ആ തേജസ് എന്ത് ചെയ്തത്? ആ മഹത്വം, ആ ഗ്ലോറി അവരിൽ നിന്ന് അകന്നു പോയത്. തിരിച്ച് കർത്താവ് അത് റീസ്റ്റോർ ചെയ്ത് തന്നു. ഞാൻ പഴയ പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. ടെമ്പിളിൽ എങ്ങനായിരുന്നു കർത്താവിൻ്റെ മഹത്വം ഇറങ്ങിയിരുന്നത്, അല്ലേ? ടെൻറ്റിൽ എങ്ങനായിരുന്നു, അതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമുക്ക് വീണ്ടും ആ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് ഞാനത് കാണിക്കാം. എന്നിട്ട് എങ്ങനെയാണ് ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലൂടെ പുറത്തേക്ക് വരുന്നത്, അങ്ങനെ കുറച്ചൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കാണാൻ പറ്റുന്നുണ്ടോ? എബ്രായർക്ക് എഴുതിയ ലേഖനം 9 നമ്മൾ നമ്മുടെ ആ ദൈവ മഹത്വത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാനാണ് നമ്മളിതെല്ലാം ഒന്ന് കൊണ്ടുവന്നത്. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു എന്ന് തുടങ്ങി നമ്മൾ കുറേ കാര്യങ്ങൾ അതിൽ പഠിച്ചു. ഒരു കൂടാരം ചമച്ചു. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണിച്ചു തന്ന പിക്ചറുകൾ തന്നെയാണ്. നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാനിത് കൊണ്ടുവന്നേ ഉള്ളൂ. ഞാനിതെല്ലാം കാണിച്ചു തന്നിരുന്നു. ആ ടെൻറ്റിനെ പറ്റി, ലാംപ് സ്റ്റാൻഡിനെ പറ്റി നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. ആ ലാംപ് സ്റ്റാൻഡൊക്കെ കണ്ടല്ലോ, അല്ലേ? അവിടെ ആലയത്തിലുണ്ടായിരുന്ന ലാംപ് സ്റ്റാൻഡാണത്. ആ ദൈവത്തിൻ്റെ മഹത്വം ഇസ്രായേൽ മക്കൾ കണ്ടിരുന്നു. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പിന്നീട് അത് ശലോമോൻ ആലയമായി പണി കഴിപ്പിച്ചത് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഉൾഭാഗത്തും അതിൻ്റെ കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നത് തന്നെയാണ്. പിന്നെ പുരോഹിതൻ ഏതുവരെ കടന്നു പോകാൻ കഴിയുമായിരുന്നു, തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പുരോഹിതന് മാത്രമേ കടന്നു പോകാൻ കഴിയുള്ളൂ. അത് രക്തം കൂടാതെയല്ല. ആ എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ യേശുവിൻ്റെ ക്രൂശീകരണ സമയത്താണ് ആ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം ചിന്തുകയും പിന്നെ ദൈവമഹത്വം നമ്മൾ വിശുദ്ധ മന്ദിരമായി മാറി നമ്മളിലേക്ക് വസിക്കുകയും ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മൾ പിന്നെ പറഞ്ഞത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് കണ്ടത്. ഇന്ന് അതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് കാണാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ
ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിഞ്ഞുകൂടാത്തവർക്കും ആദ്യമായിട്ട് കാണുന്നവർക്കും എല്ലാം മനസ്സിലാവാനാണ്. ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് ഒരു ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ബോഡി, സോൾ, സ്പിരിറ്റ്, 3 ഭാഗങ്ങളാണുള്ളത്. അപ്പോൾ ഞാൻ ടെൻറ്റ് കാണിക്കുമ്പോഴും ശലോമോൻ നിർമ്മിച്ച ആലയം കാണിക്കുമ്പോഴും ഈ 3 ഭാഗങ്ങളും കാണിച്ചിരുന്നു. അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പിന്നെ എന്താ നമ്മൾ കണ്ടേ, പ്രാകാരം. അതുപോലെ മനുഷ്യർക്ക് ആത്മാവെന്ന് പറയുമ്പോൾ അതിവിശുദ്ധ സ്ഥലത്തെ പോലെയാണ്. ദേഹി എന്ന് പറഞ്ഞാൽ വിശുദ്ധ സ്ഥലം പോലെയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വസിക്കുന്ന ചുറ്റുപാടുമാണ് ദേഹി പോലെ, ദേഹി മണ്ഡലം ഞാൻ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാവാനാണ് കേട്ടോ. എന്നാൽ ബോഡി എന്ന് പറയുമ്പോൾ ഔട്ടർ കോർട്ട് പോലെയാണ്. അപ്പോൾ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലാണ് ഇറങ്ങി എന്ത് ചെയ്യുന്നത്, വസിക്കുന്നത്. അതാണ് ഈ റെഡ് കളറിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൊബൈലിലൊക്കെ ആണെങ്കിൽ ഇച്ചിരി ചെറുതായിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്, എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. അപ്പോൾ അതിവിശുദ്ധ സ്ഥലമായ നമ്മുടെ ആത്മാവിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വസിക്കുന്നത്. ആ റെഡ് കളറിൽ കാണിക്കുന്ന ഭാഗം. ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ദേഹി മണ്ഡലമാണ്. ദേഹി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, എന്തൊക്കെയാണത്? മൈൻഡ്, വിൽ, ഇമോഷൻ എല്ലാം കൂടി ചേർന്ന ഭാഗമാണ് നമ്മുടെ മനസ്സ് എന്നൊക്കെ നമുക്ക് ഒറ്റ വാക്കിൽ മനസ്സിലാകാൻ വേണമെങ്കിൽ പറയാം. അതാണ് ദേഹി മണ്ഡലം. ദേഹം എന്ന് പറയുമ്പോൾ അറിയാം അത് നമ്മുടെ ശരീരമാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മുടെ ആത്മാവിൽ വന്നിറങ്ങിയ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിന് ജീവൻ നൽകി നമ്മളിപ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുകയാണ്. നമ്മുടെ ആത്മാവിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. ഇനി ദൈവത്തിൻ്റെ ഒരു പണി നടന്നാൽ മാത്രമേ ഈ ആത്മാവും ദേഹിയും കൂടെ ഒന്നായി ചേരത്തുള്ളൂ. നേരത്തെ ദേവാലയത്തിലെ തിരശീല ചിന്തി രണ്ടും കൂടി ഒന്നായതുപോലെ നമ്മുടെ ദേഹിയും നമ്മുടെ ആത്മാവും ഒന്നായി തീരേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം നമുക്കൊന്ന് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 22-ാം വാക്യം. ബൈബിൾ ഉള്ളവർക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിട്ടുമുണ്ട്. ഇവിടെ നിന്ന് വായിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വായിക്കാനായി സാധിക്കും. ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങളത് മാർക്ക് ചെയ്തിട്ടാൽ പിന്നത്തേതിൽ നിങ്ങൾക്ക് പോയി പഠിക്കാനായിട്ട് കഴിയും. എഫേസ്യർ 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: അവനിൽ നിങ്ങളെ ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു. ഹല്ലേലൂയ. നമ്മളെ ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് എന്ത് ചെയ്യുന്നു? ആത്മാവിൽ നമ്മളെ ഒന്നിച്ചു പണിയുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ ഭാഗത്തൊന്ന് നോക്കിക്കേ, നിങ്ങൾ കാണുന്നുണ്ടോ? എവിടെയാണ് പൊളിഞ്ഞു പോകേണ്ടത്? നമ്മുടെ ഈ ദേഹിയാണ്. ഈ ദേഹിയിലാണ് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പദ്ധതികളും ഒക്കെ ഉള്ളത്. ഈ ദേഹി മണ്ഡലത്തിലാണ്. ആത്മാവ് എപ്പോഴും ഈ ദേഹി മണ്ഡലത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും പരിശുദ്ധാത്മാവ്. കാരണം ഒരു പണി നടക്കണ്ടേ. നമ്മൾ തൊട്ട് മുന്നിലത്തെ വാക്യത്തിൽ വായിച്ചതുപോലെ ദൈവത്തിന് പൂർണ്ണമായി നമ്മളിൽ വസിച്ച് നമ്മുടെ ഔട്ടർ കോർട്ടായ ബോഡിയിലൂടെ വെളിപ്പെടണമെങ്കിൽ ഒരു പണി ആവശ്യമാണ്. ആ പണി എന്ന് പറയുന്നത് ദേഹി മണ്ഡലത്തിലാണ് സംഭവിക്കുന്നത്. നമ്മുടെ മനസ്സിനെ, അതിനാണ് നമ്മൾ മാനസാന്തരമൊക്കെ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന പ്രോസസ്സല്ല. ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മുടെ തോട്ടിനെ, നമ്മുടെ വില്ലിനെ, നമ്മുടെ ഇമോഷനെ ദൈവത്തിൻ്റെതാക്കി മാറ്റാനായിട്ട് ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കണം, ബൈബിൾ പഠിക്കണം, കർത്താവിന് സമയം വേർതിരിച്ചു കൊടുക്കണം എന്നെല്ലാം പറയുന്നതിൻ്റെ പ്രധാന കാരണം നമ്മളിൽ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലേ, ബിൽഡിംഗ് ഒക്കെ പണിയുന്നത് എങ്ങനെയാണ്? ഒരു ദിവസം കൊണ്ട് അങ്ങ് പണിയുവാണോ? ഓടി വന്നു, ബേസ്മെൻറ്റ് കെട്ടി, കല്ലടുക്കി വെച്ചു, അടുത്ത ദിവസം വാർത്തു, അടുത്ത ദിവസം എന്തോ പറയുക, അത് സിമൻ്റ് എല്ലാം ചെയ്തു, അടുത്ത ദിവസം തറയും ഇട്ടു. അങ്ങനെയാണോ? ഇല്ല, അങ്ങനല്ല. ഈ പണി നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹി മണ്ഡലത്തിൽ പരിശുദ്ധാത്മാവ് ഓരോ നിമിഷവും ഇങ്ങനെ പണിതുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിനെയും നമ്മുടെ തോട്ടുകളെയും. പക്ഷെ നമ്മളതിനെ അനുവദിച്ചാലേ പറ്റത്തുള്ളൂ. നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം. നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം. നമുക്കുള്ളതെല്ലാം കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ പേഴ്സണാലിറ്റി മുഴുവൻ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ആത്മാവെന്ന് കാണിച്ചിരിക്കുന്ന ഈ ഭാഗം കണ്ടോ,
ഇത് മുഴുവനായിട്ട് ഇങ്ങനെ വ്യാപിക്കാനായിട്ട് തുടങ്ങും ഈ ദേഹിയിലോട്ട്. പിന്നെ ഈ മഞ്ഞ കളർ മാറി മുഴുവൻ ചുവന്ന കളറിലേക്ക് വരും. നമ്മുടെ ആത്മാവും ദേഹിയും അതിവിശുദ്ധ സ്ഥലമായി മാറും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് പറയുന്നത്? ഇപ്പോൾ ആത്മാവിൽ മാത്രമാണ് പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവമഹത്വം നമുക്ക് വെളിപ്പെടുത്താൻ കഴിയാത്തത്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പോൾ ഈ ദേഹി മണ്ഡലം എന്ത് ചെയ്യണം? അവിടെ പണി നടന്ന് അത് പൊളിയപ്പെടണം. എന്നിട്ട് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മഹത്വം നമ്മിലൂടെ പുറത്തേക്ക് വെളിപ്പെടുകയുള്ളൂ. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ള തടസ്സം ഇപ്പോൾ ദേഹി മണ്ഡലമാണ്. അവിടെ ആ ഒരു വെയിൽ കിടന്നതുപോലെ നമ്മുടെ മനസ്സും നമ്മുടെ തോട്ട്സ് ഇമോഷൻസും ഒക്കെയാണ് ദൈവപ്രവൃത്തിയെ തടയുന്നത്. ശരിയാണോ? അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ അത് തകർന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവിന് നിങ്ങളിലൂടെ പുറത്തേക്ക് വ്യാപരിക്കാനായി കഴിയത്തുള്ളൂ. അപ്പോൾ ദേഹി മണ്ഡലത്തെ കൂടെ കർത്താവിന് കിട്ടണം, നമ്മുടെ മനസ്സിനെ കിട്ടണം, നമ്മുടെ പേഴ്സണാലിറ്റിയെ ദൈവത്തിന് മുഴുവനായി കിട്ടണം, നമ്മുടെ അകത്തെ മനസ്സിനെ കിട്ടണം. ഹല്ലേലൂയ. മൈൻഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് പല ഭാഗങ്ങളും ഉണ്ട്. വികാരങ്ങൾ, വിചാരങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന അതാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് ആർക്കും തന്നെ അത് പറഞ്ഞു തരുമോ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ആ മഹത്വം വെളിപ്പെടാത്തതെന്നുള്ളത് കേട്ടോ. ആർക്കും തന്നെ നമ്മുടെ ദേഹിയുടെ കൺട്രോൾ ഇതുവരെയും പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കാനായിട്ട് പറ്റിയിട്ടില്ല. പലരുടെ ജീവിതത്തിൽ ഞാൻ കാണുന്നത് ദേഹിയുടെ കൺട്രോൾ ചിലപ്പോൾ പിശാചിൻ്റെ കയ്യിലായിരിക്കും ഇരിക്കുന്നത്. സ്പിരിച്വൽ അറ്റാക്ക് ഉള്ളവരുടെ ജീവിതങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ളവരുടെ ജീവിതങ്ങളിൽ നമ്മുടെ ദേഹി സോളിൻ്റെ കൺട്രോൾ മുഴുവനും പൈശാചിക ശക്തിയുടെ കയ്യിലായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണോ പിശാച് പറയുന്നത് അതാണ് നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആത്മാവ് പറയുന്നത് ഒരിക്കലും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. ആത്മാവ് ഉള്ളിൽ വന്നിട്ടുണ്ട്. യേശുവിനെ നമ്മൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ ആത്മാവ് ഉള്ളിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിന് ദേഹി മണ്ഡലത്തെ ആക്സസ് ചെയ്യാനായിട്ട് ആത്മാവിന് കഴിയാത്ത അവസ്ഥ വരികയും പുറത്തുനിന്ന് നമ്മുടെ ശരീരം വഴി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ദേഹി മണ്ഡലത്തിൽ പിശാചിൻ്റെ അറ്റാക്കുകൾ ഉണ്ടെങ്കിൽ അവൻ പറയുന്നതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും ദൈവത്തിൻ്റെ ഗ്ലോറി എന്ത് ചെയ്യുന്നില്ല? നമ്മളിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ്, ദ സ്പിരിറ്റ് ഓഫ് കൗൺസിൽ ആൻഡ് മൈറ്റ്, ദ സ്പിരിറ്റ് ഓഫ് നോളജ് ആൻഡ് ഫിയർ ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്, വിവേകത്തിൻ്റെ ആത്മാവാണ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവാണ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെ ആത്മാവാണ്. ഈ ആത്മാവാണ് നമ്മുടെ ആത്മമണ്ഡലത്തിൽ നിന്ന് സോളിലേക്ക് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഒരു പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ആ പണിയുടെ ഉദ്ദേശം? ദൈവത്തിന് നമ്മിൽ പൂർണ്ണമായി വസിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. ഈ വാസം കറക്റ്റ് ആവുമ്പോൾ മാത്രമേ നമ്മുടെ പ്രകാശം കറക്റ്റ് ആകത്തുള്ളൂ. ഹല്ലേലൂയ. നോയിക്കേ, ദ 7 സ്പിരിറ്റ് ഓഫ് ഗോഡ് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. ഞാൻ ശലോമോൻ്റെ ആലയത്തിലും മോശ നിർമ്മിച്ച സമാഗമന കൂടാരത്തിലും നിങ്ങൾക്കൊരു ലാമ്പ് സ്റ്റാൻഡ് കാണിച്ചു തന്നിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ശ്രദ്ധിച്ചോറ് ഇടയ്ക്കിടയ്ക്ക് ഞാനത് പറയുന്നുണ്ടായിരുന്നു, അവിടെ ലാമ്പ് സ്റ്റാൻഡ് കാണുന്നുണ്ടോ. അപ്പോൾ ആ ലാമ്പ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കേ, ആ ലാമ്പ് സ്റ്റാൻഡിലും 7 ഇതളുകൾ നമുക്ക് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇതിലും അങ്ങനെ തന്നെയാണ്. സെൻട്രൽ ഭാഗത്ത് കാണുന്നത് സ്പിരിറ്റ് ഓഫ് ഗോഡ്. അവിടെ നോക്കിക്കേ, സ്പിരിറ്റ് ഓഫ് നോളജ്, സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, സ്പിരിറ്റ് ഓഫ് ഫിയർ ഓഫ് ദ ലോർഡ്, സ്പിരിറ്റ് ഓഫ് വിസ്ഡം, സ്പിരിറ്റ് ഓഫ് കൗൺസിൽ ആൻഡ് സ്പിരിറ്റ് ഓഫ് പവർ. അതിൻ്റെ മലയാളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്. ഹല്ലേലൂയ.
അപ്പോൾ ഈ ലാംപ് സ്റ്റാൻഡ് നേരത്തെ കണ്ട ഓർമ്മയുണ്ടോ? അതിനി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അവിടെ കണ്ടത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിൽ വരികയും നമ്മുടെ സോൾ റലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഈ പിക്ചറിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നും. ഹല്ലേലൂയ. ഈ പിക്ചറിലേക്ക് നോക്കിക്കേ. ഇവിടെ ബോഡി, സോൾ, സ്പിരിറ്റ് എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ആ ഒരു രൂപത്തിനകത്ത് കാണിക്കാനായി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങൾ കാണുന്നുണ്ടോ? ബോഡിയിലൂടെയാണ് കാണുന്നത്, നമ്മൾ സ്മെല്ല് ചെയ്യുന്നത്, പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ടേസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ഹിയർ ചെയ്യുന്നത്, കേൾക്കുന്നത്, നമ്മൾ വർക്ക് ചെയ്യുന്നത്, ടച്ച് ചെയ്യുന്നത്, അതെല്ലാം നമ്മൾ ബോഡിയിലൂടെയുള്ള സെൻസ് കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. എന്നാൽ സോൾ മണ്ഡലം എന്ന് പറയുന്നത് അവിടെ കാണിച്ചിട്ടുണ്ട് ആ റെഡ് കളറിൽ. മൈൻഡ്, വിൽ ആൻഡ് ഇമോഷൻ, തോട്ട്സ്, ഇൻറ്റൻഷൻസ്, നമ്മുടെ മനസ്സ്, ഹാർട്ട്. കണ്ടോ ഈ ടും ഇപ്പോൾ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹാർട്ടല്ലേ ഇത്? സോളിനെയാണ് ഈ പറയുന്നത് കേട്ടോ. അവിടെ എന്തൊക്കെയാണ് ചേർന്നിരിക്കുന്നത്? മൈൻഡ്, വിൽ, നമ്മുടെ മനസ്സ്, നമ്മുടെ തീരുമാനങ്ങൾ, ഇമോഷൻസ് മീൻസ് നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ തോട്ട്സ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇൻറ്റൻഷൻസ്, അതെല്ലാം കൂടി ചേർന്ന ഭാഗമാണ് എന്ത്? നമ്മുടെ സോൾ എന്ന് പറയുന്നത്. തൊട്ട് താഴെ നോക്കിയാൽ നമ്മുടെ സ്പിരിറ്റിലാണ് പരിശുദ്ധാത്മാവ് ആയിരിക്കുന്നത്. കണ്ടോ ആ ലാംപ് സ്റ്റാൻഡിനെ അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കേട്ടോ അങ്ങനെ വെച്ചിരിക്കുന്നത്. കണ്ടോ, അല്ലാതെ നമ്മുടെ സ്പിരിറ്റിനകത്ത് ഈ ലാംപ് സ്റ്റാൻഡ് ഇരിക്കുവാണെന്നല്ല, നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനത് കാണിക്കുന്നത്. ഫിയർ ഓഫ് ദ ലോർഡ്, അണ്ടർസ്റ്റാൻഡിങ്, വിസ്ഡം, കൗൺസിൽ, പവർ, നോളജ്, ഇതെല്ലാം ഉള്ള പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിരുന്നിട്ട് നമ്മുടെ സോളിനെ കൺട്രോൾ ചെയ്യുവാനായിട്ട്, എപ്പോഴും പൊസസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആത്മാവിനെ നിങ്ങൾ എത്രത്തോളം അനുവദിക്കുന്നുണ്ടോ അത്രത്തോളം മാത്രമേ ദൈവത്തിൻ്റെ തേജസ് നിങ്ങളിൽ പ്രതിഫലിക്കുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി മനസ്സിലായെന്ന് തോന്നുന്നു. അതാണ് ദൈവത്തിൻ്റെ 7 ആത്മാക്കൾ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11:1 റെവലേഷൻ നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചിട്ട് പിന്നീട് വായിച്ചു നോക്കുക. റെവലേഷൻ ചാപ്റ്റർ 4:5 അതൊന്ന് വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 4:5. ആരെങ്കിലും ഒരാൾ വായിച്ചു. അവരുടെ തലയിൽ പൊൻകിരീടം, സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന് 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. മതി. അതാ ദൈവത്തിന്റെ ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുന്നിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാകാൻ സെഖരിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായവും നിങ്ങൾ പിന്നീട് സമയം കിട്ടുമ്പോൾ മുഴുവനും ഒന്ന് വായിച്ചു നോക്കുക. അതിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അത് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് ഈ പിക്ചറിലോട്ട് വരാം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ഒരു ചെറിയ കാര്യമാണ് ഇന്ന് പറഞ്ഞത്. സ്പിരിറ്റിലേക്ക് പരിശുദ്ധാത്മാവ് വരികയും നമ്മുടെ സോളിനെ പരിശുദ്ധാത്മാവ് എപ്പോഴും ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് എപ്പോഴും ശ്രമിക്കും. പക്ഷേ നമ്മളാണ് അതിനെ എന്ത് ചെയ്യുന്നത്? പലപ്പോഴും തടസ്സപ്പെടുത്തുന്നത്. നമ്മുടെ സോൾ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ തന്നെയാണ്. ഹല്ലേലൂയ. ഞാനെന്ന് പറയുന്ന വ്യക്തി, എനിക്കൊരു വ്യക്തിത്വം നൽകുന്നതിനെയാണ് നമ്മൾ സോൾ എന്ന് പറയുന്നത്. എന്നെ അമൃത എന്ന വ്യക്തിയാക്കി തീർക്കുന്നത് ഈ സോൾ ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. എൻ്റെ പേഴ്സണാലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ സോൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ പിക്ചറിലൂടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായോ? ആരെങ്കിലും എഴുതുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിത് യൂട്യൂബിലിടും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് ഇതൊക്കെ എഴുതിയെടുക്കാനൊക്കെ സാധിക്കും. ഹല്ലേലൂയ. യൂട്യൂബിലിടുന്ന സമയത്ത് നിങ്ങൾക്ക് പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുക്കാമല്ലോ. ഇപ്പോൾ ഞാൻ കാണിക്കുമ്പോൾ എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളിത് എഴുതിയെടുക്കണം, പഠിക്കണം. അപ്പോൾ ഈ നോക്കിക്കേ, ഈ ബോഡിയിലൂടെ നമ്മൾ പുറത്തുനിന്ന് അകത്തേക്കാണ് സ്വീകരിക്കുന്നത്. ശരിയാണല്ലോ. അപ്പോൾ ഞാനൊരു കാര്യം കാണുന്നു അല്ലേ? എൻ്റെ കണ്ണുകൊണ്ട് ഞാനൊരു കാര്യം കാണുമ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടാകുന്നു. അതെങ്ങോട്ടാണ് വരുന്നത്? എൻ്റെ മനസ്സിലല്ലേ. അപ്പം ഞാനൊരു കാര്യം കണ്ടു, എന്തോ പറയുക, ഞാനൊരു ഫുഡ് കണ്ടു, ഒരു നല്ല ഫുഡാ, എനിക്ക് വേണമെന്ന് തോന്നി അതെൻ്റെ മനസ്സിലോട്ട് വന്നു. എൻ്റെ ഇമോഷൻസിനെ അത് കൺട്രോൾ ചെയ്തു. ടേസ്റ്റ് ഉണ്ടായി എനിക്കല്ലേ. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായി, ഞാനത് വാങ്ങിച്ച് കഴിച്ചു.
ഓക്കെ, മനസ്സിലായോ? അങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നത്. ടേസ്റ്റ് ചെയ്യുക, സംസാരിക്കുക, കേൾക്കുക. ഒരു കാര്യം ഞാൻ കേട്ടു, അതെൻ്റെ ഇമോഷനെ കൺട്രോൾ ചെയ്തു. എന്നെ അപ്സെറ്റ് ആക്കുന്ന ഒരു കാര്യം ഞാൻ പെട്ടെന്ന് കേട്ടു. അപ്പം ഞാൻ എന്ത് പറ്റി? എൻ്റെ ഇമോഷൻസ്, എൻ്റെ വികാരങ്ങളെ അത് കൺട്രോൾ ചെയ്ത് ഞാൻ കരയുന്നു, അല്ലേ? അപ്പോൾ ഇത് ഔട്ട്സൈഡിൽ നിന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഇപ്പം പറഞ്ഞത്. എന്നാൽ സ്പിരിറ്റ്, അതാണ്ട് അകത്ത് വന്ന പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിനോട് ചേർന്ന് ഇപ്പോൾ ഒന്നായിരിക്കുവാണ്. അതിന് എൻ്റെ ആത്മാവാണോ പരിശുദ്ധാത്മാവാണോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത പോലെ നമ്മൾ ന്യൂ ക്രിയേഷനായി മാറുന്നു. ഈ ന്യൂ ക്രിയേഷൻ ആയിരിക്കുന്ന പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ്, എന്ത് വേണോ പറയാം, നമ്മുടെ ഹാർട്ടിനോട് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, എപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷേ നമ്മൾ പുറത്തു നിന്ന് കാണുകയും പുറത്തു നിന്ന് കേൾക്കുകയും ചെയ്യുന്നത് കൊണ്ട് അകത്തു നിന്ന് നമുക്ക് കേൾക്കാനോ കാണാനോ ഒന്നും കഴിയാറില്ല പലപ്പോഴും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? പുറത്തുള്ളത് നമ്മളെ അത്രത്തോളം സ്വാധീനിച്ചുകൊണ്ടിരിക്കുക. ബോഡിയിലൂടെ ഔട്ടർ കോർട്ടിലൂടെ എങ്ങോട്ട് വരുവാണ്. ഇത് ഇന്നർ കോർട്ടിൽ നിന്ന് അങ്ങോട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജീവിക്കേണ്ടത്. പുതിയ സൃഷ്ടികൾ, ലോകത്തിലെ മനുഷ്യർ ജീവിക്കുന്നത് അകത്തു നിന്ന് പുറത്തു നിന്ന് അകത്തേക്കാണ്. എന്നാൽ പുതിയ സൃഷ്ടി ജീവിക്കേണ്ടത് സ്പിരിറ്റിൽ നിന്ന് സോളിലൂടെ ബോഡിയിലേക്ക് വെളിപ്പെടണം. അങ്ങനെയാണ് സ്പിരിറ്റിൽ നിന്ന് സോളിലൂടെ ബോഡിയിലേക്ക് വെളിപ്പെടണം. പഴയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്പിരിറ്റ് ഡെഡാണ്. അവന് സ്പിരിറ്റിൽ നിന്ന് ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അവൻ ബോഡിയിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ അവൻ്റെ സോളിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു പ്രശ്നം വരിക. ഞാൻ എക്സാമ്പിളുകൾ പറഞ്ഞു തരിക നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി. കടഭാരം വന്നു, എന്ത് ചെയ്യണമെന്നറിയില്ല. പെട്ടെന്ന് എൻ്റെ തലച്ചോറ് തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. നിരാശ വന്നു. പെട്ടെന്ന് എൻ്റെ ഇമോഷൻസിനെ അതുവഴി കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ സ്പിരിറ്റിൻ്റെ കൺട്രോൾ ഉണ്ടോ? ഇല്ല. എൻ്റെ ബോഡിയിലൂടെ കിട്ടിയ അറിവുകൾ, കേൾവി, കാഴ്ച, ഇതെല്ലാം കൂടി എൻ്റെ സോളിനെ അങ്ങ് കൺട്രോൾ ചെയ്യുകയാണ്. എന്നാൽ ആത്മാവിൽ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങും. ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കാനായി തുടങ്ങും. നീ ഒരിക്കലും ഭാരപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നീ എൻ്റെ പ്രിയപ്പെട്ട മകനാണ്, മകളാണെന്ന് നമ്മുടെ ഹാർട്ടിനോട്, നമ്മുടെ തോട്ട്, നമ്മുടെ മൈൻഡിനോടൊക്കെ പരിശുദ്ധാത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. ആ സമയത്ത് പുറത്തു നിന്ന് വരുന്നത് നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു സമയത്താണ് പുറത്തു നിന്ന് വരുന്നത് നമ്മളെ എഫക്റ്റ് ചെയ്യാതിരിക്കുകയും അകമേ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ തോട്ടിനെയും നമ്മുടെ ചിന്തയെയും ഇമോഷനെയും ഒക്കെ സ്വാധീനിക്കുകയും ആ മഹത്വം, ആ ഗ്ലോറി ഓരോ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് നമ്മളിലൂടെ പുറത്തേക്ക് വെളിപ്പെടുകയും ചെയ്യണം. ഈ പ്രോസസ്സ് നമ്മളിൽ നടക്കണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്നല്ലാതെ നടക്കില്ല. ഹല്ലേലൂയ. കാരണം പണി നടക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, നമ്മുടെ സോൾ റലത്തിൽ എന്ത് ചെയ്യുവാണ്? പരിശുദ്ധാത്മ കണ്ട ഈ ആരോ മാർഗ് കാണിച്ചേക്കുന്നുണ്ടോ? ഈ ആരോ മാർഗ് കാണിച്ച് കല്ലായ ഹൃദയത്തെ മാറ്റി മാംസളമായ ഹൃദയമാക്കി മാറ്റുന്നു. അതിനകത്ത് നമ്മളെ ചിന്തകളെയും ഇമോഷൻസിനെയും എല്ലാം പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുവാണ്? കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഹല്ലേലൂയ. ഈ കൺട്രോളിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മിലേക്ക് പൂർണ്ണമായി ഇറങ്ങി വരുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സ്റ്റോപ്പ് ചെയ്യട്ടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് മനസ്സിലായി? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായൊരു കൈ ഉയർത്തി കാണിച്ചേ. ആ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ എന്ത് ചെയ്യണം? ആരുടെ കൈ കൊടുക്കണം? ആരുടെ കൺട്രോളിൽ കൊടുക്കണം? പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലേക്ക് കൊടുക്കണം. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പലതും പറയാം. ചിലപ്പോൾ പൈശാചിക ശക്തികൾ നിങ്ങളുടെ മനസ്സിനകത്തേക്ക് തോട്ടുകൾ ഇട്ട് തരാം. അത് കേൾക്കാനായി പോകരുത്. നിങ്ങളുടെ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോൾ, അത് ശുഭ സിസ്റ്റർ പറയുകയാണ്, ഹോളി സ്പിരിറ്റ് കൺട്രോൾ. അത് തന്നെ. അതിലേക്ക് നമ്മൾ പൂർണ്ണമായും വരുമ്പോൾ ദൈവത്തിൻ്റെ ഗ്ലോറി നിങ്ങളിലൂടെ വെളിപ്പെടാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. ഒന്നിനും പിന്നെ അത് തടയാൻ പറ്റില്ല. കാരണം കൺട്രോൾ എവിടെ നിന്നാ? നമ്മുടെ ആത്മാവിൽ നിന്നാ കൺട്രോൾ, പുറത്തുനിന്നല്ല. പിന്നെ ഒന്നും ആർക്കും ചെയ്യാൻ പറ്റാത്തതുപോലെ ആ മഹത്വം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. ആർക്കും അത് പിന്നെ തടഞ്ഞു വെക്കാനായിട്ടൊന്നും പറ്റത്തില്ല. എങ്ങനെ തടഞ്ഞു വെക്കും?
ഇത് ഉറവയല്ലേ, അകത്തുനിന്നാണ് വരുന്നത്, പുറത്തുള്ളതല്ല തടയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എന്തായാലും ടങ്സ് പ്രെയറിനുള്ള സമയമില്ല. സ്തോത്രം. നിങ്ങൾക്ക് കർത്താവ് അത് എത്രത്തോളം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അത് മനസ്സിലാവുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാൻ ശ്രമിച്ചെങ്കിലും എനിക്കത് പറ്റിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലായവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ വീണ്ടും പോയി ഇത് കാണുകയും എഴുതി വെച്ചാൽ അത് പഠിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുക. കർത്താവ് നിങ്ങളെ സഹായിക്കും. ഇനി രോഗങ്ങളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും വേദനയോ പ്രയാസങ്ങളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ അവസാന സമയത്ത് ഒന്ന് പറയണം. പ്രത്യേകിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, വെള്ളം എന്തെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ കൂടെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തിട്ട് വന്നാൽ മതി. ഞാനൊരു 2 മിനിറ്റ് സമയം തരാം. അടുത്തുണ്ടെങ്കിൽ മകൻ കാല് വേദന മാറാൻ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. കുഞ്ഞുങ്ങൾ അടുത്തുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് വിളിച്ചിരുത്തി ആ കാല് വേദന ഭാഗമുള്ള ഒരു കാലിലോട്ട് കൈവച്ച് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അടുത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ചോ. കർത്താവ് വലിയവൻ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ICU യൂണിറ്റിൽ ഒരു കുഞ്ഞ് അഡ്മിറ്റായി കിടന്നു. നാളുകളായി കണ്ണ് തുറക്കുന്നില്ലായിരുന്നു. വൈഗ എന്നു പേരുള്ള ഒരു കുഞ്ഞാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, കുഞ്ഞ് കണ്ണ് തുറന്ന് റെസ്പോണ്ട് ചെയ്താലേ നമുക്ക് മെഡിസിനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ആയിരുന്നു. എന്നാൽ എവിടെന്നോ ആ സഹോദരി എനിക്ക് എൻ്റെ നമ്പർ കിട്ടി, അങ്ങനെ വിളിക്കുകയും ചെയ്തു. കാരണം ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശു അവിടെ ഇറങ്ങി ആ കുഞ്ഞിനെ തൊട്ടു. അന്ന് വൈകിട്ട് എനിക്ക് മെസ്സേജ് ഇട്ട് കുഞ്ഞ് കണ്ണു തുറന്നു. ഹല്ലേലൂയ. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. ഹല്ലേലൂയ. ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിലാണ്. ഡോക്ടർ പറഞ്ഞു ഇനി ഹോപ്പുണ്ട്, ആ കുഞ്ഞ് രക്ഷപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിനെല്ലാം ചെയ്യാൻ കഴിയും. ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ഏത് രോഗത്താൽ ഭാരപ്പെടുന്നു നിങ്ങളെ വെള്ളം എടുത്തു വെച്ചോ. ഇനി നിങ്ങളുടെ ആരോഗ്യ ഇപ്പോൾ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന നിങ്ങളുടെ അടുക്കൽ ഇല്ലെങ്കിൽ ആ വെള്ളം പ്രാർത്ഥിച്ച വെള്ളമാണെന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കുക. ദൈവം അവരെ സൗഖ്യമാക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാം ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുക സിസ്റ്ററെ. എന്ത് പ്രശ്നമായിക്കോട്ടെ, സ്കിൻ ഇച്ചിങ്, ഹെഡേക്ക്, മാനസികമായി അനുഭവിക്കുന്ന പ്രശ്നം എല്ലാം പിശാചിൻ്റെ കള്ളത്തരോ. ഹല്ലേലൂയ. അതെല്ലാം നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുക. ഇവർക്ക് ഈ പ്രാർത്ഥിച്ച വെള്ളം നിങ്ങൾക്ക് കൊടുക്കുക. ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. എവിടാണോ വേദന അനുഭവിക്കുന്നത് അവിടെ കൈവയ്ക്കാം. നിങ്ങൾക്ക് അങ്ങനെ വെള്ളമാണ് പ്രാർത്ഥിക്കേണ്ടതെങ്കിൽ വെള്ളത്തിൽ കൈവയ്ക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഇതിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. പൈശാചിക ബന്ധനത്താൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരം ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബങ്ങൾക്കകത്ത് വിഷയങ്ങൾ ഇടുന്ന പിശാചിൻ്റെ പദ്ധതികൾ അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. കർത്താവേ, പലരെ രോഗങ്ങൾ കൊണ്ട് ബന്ധിച്ച് വല്ലാതെ ഭാരപ്പെടുത്തുന്ന അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഷോൾഡറുകളുടെ പെയിനുകൾ കർത്താവ് സൗഖ്യമാക്കുന്നു. ഷോൾഡർ പെയിനുകൾ യേശുവിൻ്റെ നാമത്തിൽ. ആ ഒരു സിസ്റ്റർ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഷോൾഡർ പെയിൻ ആണെന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്ന ഇടത് കൈയുടെ ഭാഗത്തുള്ള ഷോൾഡറിൽ അസഖ്യമായ പെയിൻ ഈ ജോയിൻ്റ് അവിടെ അനുഭവിക്കുന്നത് കർത്താവ് തൊടുക. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവേ, നിങ്ങളുടെ അത്ഭുതകരം തുറണം. ഈ കഴുത്തുമായി ചേരുന്ന ഭാഗത്ത് വരുന്ന ഒരു ജോയിൻറ്റിൽ പെയിൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. അവിടെ പെയിൻ ഉള്ളവരെല്ലാം കരം വെച്ചോ. ഈ കഴുത്തുമായി ഇങ്ങനെ ചേർന്ന് വരുന്ന ഭാഗത്ത് എപ്പോഴും പെയിൻ, ഇങ്ങനെ നിവർന്നിരിക്കാൻ വയ്യ, ചില സമയത്ത് കുനിയാൻ വയ്യ, അങ്ങനെ പെയിൻ അനുഭവിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കാനായി പോകുന്നു. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ അത്ഭുതകരമായി ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആ പെയിൻ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ത്രോട്ട് ഇൻഫെക്ഷനുകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. തൈറോയിഡ് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അത്ഭുത സൗഖ്യം എൻ്റെ കർത്താവ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുത വിടുതൽ എൻ്റെ ദൈവം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കണ്ണിൽ വരുന്ന ഭാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഷുഗർ
യേശുവിൻ്റെ നാമത്തിൽ നോർമൽ ലെവലിലേക്ക് വരട്ടെ. ബ്ലഡ് പ്രഷറുകൾ നോർമൽ ലെവലിലേക്ക് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബലഹീനതകൾ സൗഖ്യമാകട്ടെ കർത്താവെ. ഇൻഫെക്ഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ ഹീലാകട്ടെ. മോണയുടെ ഇൻഫെക്ഷൻ ഒരു സിസ്റ്റർ കമന്റ് ചെയ്യുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആ വെള്ളത്തെ കർത്താവ് ഇപ്പോൾ ഞാൻ അനുഗ്രഹിച്ചു കൊടുക്കുകയാണ്. ഏതെല്ലാം രോഗത്തിന് അത് അവർക്ക് മരുന്നാകണമോ എൻ്റെ കർത്താവ് അത് മരുന്നാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ ആ വെള്ളം കുടിക്കുമ്പോൾ അവർക്ക് സൗഖ്യമുണ്ടാകട്ടെ. ഏത് രോഗത്താലാണോ അവർ ഭാരപ്പെടുന്നത്, പൈശാചിക ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ലെഗ് പെയിനുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാലിലെ വേദന, ഉപ്പൂറ്റി സംബന്ധമായി അനുഭവിക്കുന്ന വേദനകൾ, മുട്ടുമായി ബന്ധപ്പെടുന്ന ഭാഗത്ത് അനുഭവിക്കുന്ന വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. തലവേദനകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കർത്താവെ. നീരുകൾ പോലെ ജോയിന്റുകളിൽ നീരുകൾ വന്നിട്ട് പെയിൻ അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ അത്ഭുതകരം ഇപ്പോൾ ഇറങ്ങി വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ ഇതിലായിരിക്കുന്ന സകല കുഞ്ഞു മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ അത്ഭുതകരം അവരുടെ മേൽ ഇറങ്ങി വരണം. തലമുറകളെ ദൈവം എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് അവരുടെ മേൽ വീഴട്ടെ, ഈ കുടുംബങ്ങളുടെ മേൽ വീഴട്ടെ കർത്താവെ. അത്ഭുതകരങ്ങൾ തൊടുന്നതിനായി സ്തോത്രം. ആ വെള്ളത്തെ ഇപ്പോൾ ബ്ലസ് ചെയ്യുന്നതിനായി നന്ദി. അത് കുടിക്കുമ്പോൾ അവർ സൗഖ്യമാകട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യത്തിന്റെ കരം ഇറങ്ങി വരട്ടെ. പ്രാർത്ഥിക്കണമെന്നുണ്ട്, ആരാധിക്കണമെന്നുണ്ട്, പലപ്പോഴും കഴിയാത്ത അവസ്ഥകൾ, ബലഹീനതകൾ, മനസ്സും അടുത്തു പോകുന്നവർ, ഹല്ലേലൂയ കർത്താവേ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുതകരം അവരെ ഇപ്പോൾ തൊടണം കർത്താവേ. ഈ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിരിക്കുന്ന ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. മക്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ഒരു ജോലിക്കായി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവർ, ബിസിനസ് മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, സാമ്പത്തികമായ ഒരു ബ്രേക്ക് ത്രൂവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ അവരെ തിരുക്കരങ്ങളിലേക്ക് ഇപ്പോൾ ഏൽപ്പിക്കുകയാണ്. ആ വിഷയങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവെ. ഈ 2025 ജനുവരി മാസത്തിൽ തന്നെ അവരുടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടികൾ എൻ്റെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് അയക്കണമെന്ന് പ്രാർത്ഥിക്കുക. അങ്ങയുടെ അത്ഭുതകരം തൊടുന്നതിനായി സ്തോത്രം. ഇതിനകത്ത് വിളിയും തെരഞ്ഞെടുപ്പുമുള്ള മക്കളാണല്ലോ എല്ലാവരുമായിരിക്കുന്നത്. അവരുടെ വിളിയിലേക്ക് അവർ വരട്ടെ, തെരഞ്ഞെടുപ്പിലോട്ട് അവർ വരട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിൻ്റെ അത്ഭുതകരം ഇറങ്ങി ചലിച്ചതിനായി നന്ദി കർത്താവെ. എല്ലാ മക്കളെയും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവർ സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ ഒരു അനുഗ്രഹമായി തീരണം. ആത്മാവിന്റെ പ്രവർത്തനം അവരുടെ ഉള്ളിൽ നടക്കുവാൻ, ആ പണി പൂർണ്ണതയിലേക്ക് ഓരോ നാളും വരുവാൻ, ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, അവരുടെ മൈൻഡ്, വിൽ, ഇമോഷൻസ് എല്ലാം പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലേക്ക് ഈ നാളുകളിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. പേരായി കുടുംബമായി ഞാൻ ഏൽപ്പിക്കുന്നു കർത്താവേ. അവരുടെ മക്കളെ, അവരുടെ ജീവിത പങ്കാളി മാനസാന്തരപ്പെടാനുള്ളവരുണ്ട്. അവരെല്ലാം എൻ്റെ ദൈവം തൊടണം കർത്താവെ. അവരുമായി ഈ നാളുകളിൽ അവർ ഒന്നിച്ച് ചേർന്ന് വരണം യേശുവിൻ നാമത്തിൽ കർത്താവെ. അവരുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങ് കേട്ടതിനായി സ്തോത്രം. അങ്ങയുടെ അത്ഭുതകരം പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ അത്ഭുതകരം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഒരു സൗഖ്യവും വിടുതലും ദൈവം നിങ്ങൾക്ക് അയച്ചിരിക്കുന്നു. വിശ്വസിക്കുക, നിങ്ങളത് സ്വീകരിക്കുക. വെള്ളം പ്രാർത്ഥിച്ചവർക്ക് വേണമെങ്കിൽ ആ വെള്ളം കുടിക്കാം. ദൈവം നിങ്ങളെ പൂർണ്ണമായും സൗഖ്യമാക്കട്ടെ, വിടുതലിലേക്ക് കൊണ്ടുവരട്ടെ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ദിവസങ്ങളാക്കി ഈ ദിവസങ്ങളെ ദൈവം മാറ്റട്ടെ. ആത്മാവിൻ്റെ കൺട്രോളിലേക്ക് നിങ്ങളുടെ ദേഹി മണ്ഡലം മുഴുവൻ വരുന്ന ഒരു ദിനങ്ങളാക്കി ദൈവം മാറ്റട്ടെ. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളിലൂടെ അനേകർ കാണട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും അടുത്ത ആഴ്ച നമ്മൾ ടങ്സ് പ്രെയർ ആയിരിക്കും. ഒരുമിച്ച് നമ്മൾ ടങ്സിൽ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അഭിഷേകത്തിന് ആഗ്രഹമുള്ളവരെല്ലാം സന്തോഷത്തോടെ കടന്നു വരിക. അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ ഒന്നിച്ച് കയറാനായി പോകുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.